അങ്ങനെ നമ്മുടെ ഥാറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പവറാക്കി തന്നെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇത് സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, എന്നിട്ട് ബാക്കി നമുക്ക് ഫുള്ള് കാണാം. നമ്മളിപ്പം നമ്മുടെ ഥാർ എടുക്കാൻ വേണ്ടി ചെട്ടികുളങ്ങര, മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ നമ്മൾ കൊടുത്തേക്കുന്ന വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പഴയ മോഡലിൽ തന്നെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇനി നേരെ നമ്മൾ കൊല്ലം മോട്ടോ പ്ലാന്റിലോട്ട് പോവുകയാണ്. അവിടെ നമ്മുടെ ബമ്പർ, ഗ്രില്ല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നേരെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ അടുത്ത് ലുക്ക് ചെയ്യാൻ കാണിക്കും. ഇപ്പം കാണിക്കും. വർക്ക് നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇത് എന്തുകൊണ്ടാണ് ഒഴിക്കുന്നത്? കൂളൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ? കൂളൻ്റ് കൂടെ ഒഴിക്കുക, ബാക്കിയെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇത് നമ്മൾ ഇടിച്ച ബമ്പറാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പറയുമോ നമ്മൾ ഇടിച്ച് ഫുള്ള് അകത്തോട്ട് കയറിയ ബമ്പറാണ്. ഞാൻ വേണ്ട ഇപ്പം കാണിക്കാം നിങ്ങളെ. അത് ഇതാ നോക്ക്, ഇത് ഫുള്ള് ഇടിച്ചു പോയ ബമ്പറാണ്. കണ്ടാ പറയുമോ? നോക്കി, ഇത് മൊത്തം ഇത് ഇവിടെ മാത്രം ടൈ ഇട്ടല്ലേ? ഇവിടെ മാത്രം, താഴെ മാത്രം ടൈ ഇല്ല. ജസ്റ്റ് ഇത് അറിയത്തൊന്നുമില്ല കേട്ടാ. ഒന്നും അറിയാൻ പോലും പറ്റത്തില്ല. നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ ബമ്പറാന്ന് ആരെങ്കിലും പറയാമോ? ഇടിച്ച് ഫുള്ള് പോയ ബമ്പറാണ്. എല്ലാം സെറ്റ് ചെയ്തവർ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ല് കണ്ടാ പറയാമോ? ഇതൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നതേ. നമ്മളിനി നേരെ കൊല്ലത്തോട്ട് പോവാണ്. ഇതുകൊണ്ട് നേരെ കൊല്ലത്ത് പോയിട്ട് നമ്മൾ നൈസ് ഒരു ബമ്പറാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ബോണറ്റ് ശകലം ഒന്ന് ചളുങ്ങിയായിരുന്നു. അത് നൂത്ത് ചെറുതായിട്ടൊന്ന് പുട്ടിയിട്ടല്ലേ? ഒരു ചെറുതായിട്ട് പുട്ടിയിട്ടത് പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിക്കാം. നോക്ക്, എന്ത് പെർഫെക്ഷനാ നോക്കി. നമ്മുടെ ആ ഇടിച്ച താറാന്ന് പറയുമോ? അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ കൊല്ലത്തെ മോട്ടോ പ്ലാന്റിലോട്ട് പോവാണ്. ഓക്കെ, ബാ. നമ്മൾ ബമ്പറും ഗ്രില്ലും മാറാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പറഞ്ഞിളക്കി ഹെഡ്ലൈറ്റും കൂടെ മാറുവാണ്. അത് ഒരു പഴയ ഡിസൈൻ അല്ലേ, അത് മാറ്റിയിട്ട് നമുക്ക് പുതിയ റാംഗ്ലറിന്റെ മോഡൽ വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ക്ലാസ് ലുക്ക് ആവും. അപ്പം നമ്മൾ ഹെഡ്ലൈറ്റ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ ഹെഡ്ലൈറ്റും നമ്മുടെ ബമ്പറും ഗ്രില്ലും കൂടെ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റിനോടൊന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു തരാം. ഇതിപ്പോൾ നമ്മൾ മാറുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, പിന്നെ ബമ്പർ, ഇത് മൂന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. നമ്മൾ ഗ്രില്ല് തന്നെ കേരളത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല, പുതിയതായിട്ട് വന്നതേ ഉള്ളൂ ആ ഒരു ഗ്രില്ല്. അത് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു വണ്ടിയിലും കണ്ടു കാണൂല. ഇല്ല, ഇത് അത്യാവശ്യം നമ്മുടെ കൊല്ലത്തെ ഫേമസ് ഒരു ഓട്ടോമൊബൈൽ ഷോപ്പാണ്. ഇവിടെ ഈ ഏരിയയിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാം. കാണിച്ചു കൊടുത്തടാ, പേരെന്ത് വരുന്നു? മോട്ടോ പ്ലാനറ്റ്. അപ്പം ബാക്കി നമുക്ക് വെച്ച് കഴിഞ്ഞ് കാണാം. ബമ്പർ പ്രോമാൻ്റെ ഒരു പുതിയ മോഡലാണ് വന്നിരിക്കുന്നത്. നൈസ്, എനിക്ക് ഫോട്ടോയിൽ കണ്ട ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് നമ്മളിത് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കുറച്ച് വീഡിയോ ഇതാ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ബമ്പർ മെറ്റലാണ് കേട്ടോ സാധനം. കുറേ പീസുണ്ട്, ഒരു പീസല്ല, ഒരുപാട് പീസ് വരുന്നുണ്ട്. നമ്മൾ ഫോഗ്, ഡിമ്മും ബ്രൈറ്റും വരുന്ന ഫോഗാണ് ഇത് വരുന്നത്. ഇത് HID ലൈറ്റ് വരുന്നത് ഇല്ലടാ? ഇത് LED ആക്കാൻ പറ്റത്തില്ലേ നമുക്ക്? LED ആക്കുമ്പോൾ എത്ര പവർ കൊടുക്കൂല. പവറും വേണ്ട, എത്ര വയറും വേണ്ട. LEDക്ക് ബലാസ്റ്റ് ഇല്ലേ, അതൊന്നും വേണ്ട. ഇതല്ലെങ്കിൽ നല്ല പവർ എടുക്കും. നല്ല ഒറ്റയടി ഫുൾ പവർ കിട്ടത്തില്ലല്ലോ. ഇത് LED ആകുമ്പോൾ ഇട്ടുടനെ ഫുൾ പവർ കിട്ടും. അപ്പൊ നമുക്കിത് LED ആക്കാം, അതായിരിക്കും നല്ലത് ഒന്നുകൂടെ. റോമാന്റെ ബമ്പർ ഞാൻ ഇതങ്ങനെ അധികം വണ്ടിയിൽ അത് വേറെ വണ്ടികളിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതാണ് ഫസ്റ്റ് വെക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഇതാണ് വെക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അധികം ഞാൻ കണ്ടിട്ടില്ല.
സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കതിൻ്റെ ലുക്ക് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ബമ്പർ സെലക്ട് ചെയ്ത്, പക്ഷേ ഗ്രില്ല് ഇതുവരെ സെലക്ട് ചെയ്തില്ല. നമുക്ക് അകത്ത് കയറി നോക്കാം. അപ്പം നമ്മൾ ഈ ഗ്രില്ലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ഒരു ഡ്യുവൽ സ്ലോട്ട് അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് സിംഗിൾ ആയിരുന്നു. ഇപ്പോൾ ഇത് ഡ്യുവലായിട്ട് വരുന്നതാണ്. ഇത് കണ്ടോ? ശരിയാ, ഇതാണ്. ഇത് നമ്മുടെ അതെ അതെ, ഇത് നേരത്തെ വെച്ച പഴയ ഗ്രില്ല്. ഇതല്ല ഇവിടുന്ന് തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കേട്ടോ. ഇത് കേരളത്തിൽ അങ്ങനെ വെച്ചിട്ടില്ലെന്നാണ്, അധികം വന്നിട്ടില്ലല്ലോ കേരളത്തിൽ അങ്ങനെ. ഫസ്റ്റ് വണ്ടിയാ? ഓക്കെ, ഇത് കേരളത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു ഗ്രില്ല് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുക. നമ്മുടെ ഹെഡ്ലൈറ്റ് ഇതാണ്. അതൊന്ന് പൊട്ടിച്ചണം. ഇത് സെയിം റാംഗ്ലർ ടൈപ്പാണ് കേട്ടോ. സെയിം റാംഗ്ലറാണ് ഇത്. വെൽക്കം ലൈറ്റ് ബ്ലൂ വന്നിട്ട് വൈറ്റ് ആവും. ബ്ലൂ എത്ര 5 സെക്കൻഡ് നിൽക്കുമോ? ബ്ലൂ കത്തി അങ്ങനെ വൈറ്റ്, അങ്ങനെ തന്നെ വൈറ്റ് ആവും. അടിപൊളി കേട്ടോ, സാധനം വേറെ ലെവലാണ്. നമ്മുടെ ലൈറ്റിന് ഒരു കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് മാറിക്കുക സംഭവം. പക്ഷെ പൊളി കേട്ടോ. ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചായിരുന്നു ഇത്. അടിപൊളിയായിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മനെ ജസ്റ്റ് 2 ഫ്ലാഷർ ലൈറ്റ് കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇത് റോഡിലൊന്നും ഇതങ്ങനെ ആരും ഇട്ടുകൊണ്ട് നടക്കുകയൊന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം, അന്നേരം എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വെക്കുന്നത്. അല്ലാതെ നമ്മൾ റോഡിൽ ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ, ഒരു ഓട്ടോ ഷോയ്ക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുന്നൊരു ലൈറ്റാണ്. നമ്മൾ നിയമത്തിനെതിരായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അല്ല, ചെയ്തിട്ട് നിയമത്തിനെതിരല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിത് റോഡിലൊന്നും ഇടാൻ പോകുന്നില്ല. ഇതുപോലെ ഓട്ടോ ഷോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, പിന്നെ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നിനുമല്ല കേട്ടോ. ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുമല്ല. ഇത് കണ്ടിട്ട് വേറെ ആരും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്കെല്ലാം ഇവിടെ ഏകദേശം കഴിയാറായി. ഇത് ടൈലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് കഴിഞ്ഞോളാം മോനെ. ഒരെണ്ണം കഴിഞ്ഞ്, ബാക്കി ഇതുകൂടെ കഴിഞ്ഞിട്ട് ഹെഡ്ലൈറ്റ് ഏകദേശം സെറ്റ് ചെയ്ത് ബമ്പറൂടെ കയറ്റി കഴിഞ്ഞാൽ, ഗ്രില്ല് ബമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വണ്ടി നമ്മൾ നല്ല ഗുമ്മായിട്ടായിരിക്കും ഇറക്കുന്നത്. ഈ മറ്റേ ബമ്പർ നീ ഇല്ലേ വെച്ചേ? ഏത് ആദ്യത്തെ ബമ്പർ? ഈ ബമ്പർ നീയാണ് വെക്കാൻ പോന്നെ? നീ വെക്കണ്ട, നീ വെക്കടാ. ഇവൻ ബമ്പർ വെച്ചതാ, മൊത്തം ഇടിച്ച് നാശം. വേണ്ട വേണ്ട, നീ വെക്കണ്ട, നീ വെച്ചതാ പണി. അങ്ങനെ നമ്മുടെ ഥാറിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു എൻ്റയർലി ഡിഫറെന്റ് ഒരു ലുക്കായിട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. കാരണം പ്രോമാന്റെ ബമ്പർ, ഈ ഒരു ബമ്പർ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അധികം ആരും ഈ ഒരു ബമ്പർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഡബിൾ സ്ലോട്ട് ഗ്രില്ല്. നമ്മൾ നേരത്തെ സിംഗിൾ സ്ലോട്ട് ആയിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ ഒരു ഡബിൾ സ്ലോട്ട് ആക്കി. നമ്മൾ കൊല്ലം മോട്ടോ പ്ലാന്റിലാണ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ. അപ്പം ഇതും ഫസ്റ്റ് ടൈം ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എന്നാണ് ഇവരും പറഞ്ഞത്. പിന്നെ നമ്മൾ മാറിയത് ഹെഡ്ലൈറ്റ് ആണ്. അതായത് റാംഗ്ലറിന്റെ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. വെൽക്കം ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. ഇത് വെൽക്കം ലൈറ്റ് ബ്ലൂ ആയിട്ട് പിന്നീട് വൈറ്റ് ആവും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഈ ഒരു സംഭവം പകലാണെങ്കിലും രാത്രി ആണെങ്കിലും ഒരു രക്ഷയില്ല. എനിക്ക് ഈ ഒരു ലുക്ക് കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു സംഭവം റീലിൻ്റെ അകത്തൊക്കെ എനിക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു ബമ്പറാണിത്. നിങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നപ്പം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് ഇറക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് വെക്കണമെന്നുള്ളതിൽ കൺഫ്യൂഷൻ ആയിട്ട്. എനിക്ക് ഒരുപാട് പേര് കുറെ ബമ്പർ, കുറെ ഗ്രില്ല് എല്ലാം എനിക്ക് സജസ്റ്റ് ചെയ്ത്. പക്ഷേ ഈ ഒരു സാധനം വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരു പക്ക ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും വണ്ടി. ഒരു എന്താ പറയുന്നത്, ഒരു പക്ക ബീസ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഥാറിന്റെ ന്യൂ ലുക്ക് ഫേസ് ലിഫ്റ്റ്. നല്ല സന്തോഷമുണ്ട് എനിക്ക് നമ്മുടെ വണ്ടി കണ്ടിട്ട്. അപ്പം ഓക്കെ,
പോടാ. തെങ്ങ് 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 ഇനി ഞാൻ അടുത്ത തെങ്ങ് കൊണ്ട് എന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇല്ലേ ഉള്ള പന്നി. അപ്പൊ ഓക്കെ ബൈ.